സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ അടുത്ത് കേരള PSC സൂപ്പർവൈസർ ICDS എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇതിലെ GK ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഇതിലെ GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ജാതീയ നീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? 1839 കൽക്കട്ടയിലെ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ദേബേന്ദ്രനാഥ ടാഗോർ 1839 എവിടെയാണ്? കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം: ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ക്വസ്റ്റ്യൻ 6: കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, കണ്ണൂരിലാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ. ക്വസ്റ്റ്യൻ 7: 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ബി, ഫ്രാൻസ്. ക്വസ്റ്റ്യൻ 8: അമ്പലമണി എന്ന കാവ്യ സമാഹാരം ആരുടെ കൃതിയാണ്? അമ്പലമണി എന്ന കാവ്യ സമാഹാരം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുഗതകുമാരി. സുഗതകുമാരിയുടെ കൃതിയാണ് അമ്പലമണി. അമ്പലമണി എന്ന കാവ്യ സമാഹാരം ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടെ കൃതിയാണ്. ക്വസ്റ്റ്യൻ 9: തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം? തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1958 ആണ്. 1958 തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ 10: 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിങ് ലിറൻ ആണ്. ഡിങ് ലിറൻ.
ക്വസ്റ്റ്യൻ 11. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സുണ്ടാഗർത്തം. സുണ്ടാഗർത്തം. അടുത്ത ചോദ്യം. ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ഏത്? ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ലൂ ആണ്. ലൂ. 13ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഉള്ളത് ഓപ്ഷൻ സി ആണ്. മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് മധ്യപ്രദേശ്. 14ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാണ്? മുതിരപ്പുഴയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മുതിരപ്പുഴ. 15ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഓപ്ഷൻ ബി കല്ലായിപ്പുഴയാണ്. കല്ലായിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? നീതി ആയോഗ് ആസൂത്രണവും തീരുമാനമെടുക്കലും കേന്ദ്രീകരിക്കുന്നു. നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരം കുറയ്ക്കുന്നു. നീതി ആയോഗ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക അസമത്വങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. വികസനത്തിൽ ഏകീകൃത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ആലോചിക്കാതെ നയങ്ങൾ നടപ്പാക്കുന്നതിനാലാണ് നീതി ആയോഗിന്റെ പ്രാഥമിക ശ്രദ്ധ. നീതി ആയോഗിന്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. 17ാമത്തെ ചോദ്യം. ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷത അല്ലാത്തത്? തന്നിരിക്കുന്നത് വ്യാപാരത്തിന്റെ നിക്ഷേപത്തിന്റെ ഉദാരവൽക്കരണം, പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം. സവിശേഷത അല്ലാത്തത് NEPയുടെ സവിശേഷത അല്ലാത്തത്. 18ാമത്തെ ചോദ്യം. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് ഇനി പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ്. ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം ഏതാണ്? നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള
ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. ഹരിത വിപ്ലവം ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹരിത വിപ്ലവം ആയിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹരിത വിപ്ലവം പ്രാഥമികമായിട്ട് ഊന്നൽ നൽകിയത് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അതുപോലെ കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, അതും തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്നും കൂടി നോക്കാം. ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ശരിയാണ്. ഹരിത വിപ്ലവം ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ശരിയാണ്. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ശരിയാണ്. 20ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജൂട്ട് അല്ലെങ്കിൽ ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ചണം. 21ാമത്തെ ചോദ്യം. ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേശവാനന്ദ ഭാരതി വിയാസ്, കേരള സംസ്ഥാനം. എന്താണ്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, മറ്റ് ഒന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത് ഓപ്ഷൻ ഡി ആണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. അടുത്തത് 22ാമത്തെ ചോദ്യം. താർക്കുണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു പ്രധാന പ്രശ്നമാണ് പഠനവിധേയമാക്കിയത്. ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇലക്ഷൻ പരിഷ്കാരങ്ങളാണ്. ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. ഏതൊക്കെ കമ്മിറ്റിയാണ്? താർക്കുണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. 23ാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യം. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാൻഡമസ് റിട്ട്. ഇവിടെ തന്നിരിക്കുന്നു. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായ മാൻഡമസ് പുറപ്പെടുവിക്കാം. പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 2, 4 മാത്രം ശരിയാണ്. 1, 2, 4. 1, 2, 4. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക,
പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുമായിട്ട് ബന്ധപ്പെട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക ശരിയാണ്. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക ശരിയാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക ശരിയാണ്. 25ാമത്തെ ചോദ്യം. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പൂനെയിലാണ്. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പൂനെ. 26ാമത്തെ ചോദ്യം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടി നോക്കാം. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. 2008. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. ശരിയാണ്. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. ശരിയാണ്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. ഏത് വർഷമാണ്? 2013. 27ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. കേരള സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. 28ാമത്തെ ചോദ്യം. കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചികകളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാഡ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 29ാമത്തെ ചോദ്യം. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്ക്. എന്താണ്? 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ ഇടയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. 30ാമത്തെ ചോദ്യം. ഇനി പറയുന്ന ഓപ്ഷൻസിൽ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ഇവിടെ തന്നിരിക്കുന്നത് വിൻഡോസ്, ലിങ്കർ, MS Excel, ലോഡർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. MS Excel. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. 31.
തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം. ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് പ്രിവെന്റ് കൺജസ്റ്റൻ ആൻഡ് ഡാറ്റ കൊളീഷൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വിച്ച് ആണ്. സ്വിച്ച്. 32 IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 17 ഒക്ടോബർ 2000. 17 ഒക്ടോബർ 2000 IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്. ഒക്ടോബർ 17, 2000. 33 ചോദ്യം. ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുംബൈയിലാണ്. മുംബൈ നഗരത്തിൽ നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2020 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്. 34 2025 വിവരാവകാശ നിയമപ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇൻഫോർമേഷൻ പെർട്ടൈനിങ് ദ ഡെലിബറേഷൻസ് അറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 35 ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. 36 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യുവാൻ കഴിയും. 37 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. 38 ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്തു. 3516 കോടി രൂപയുടെ നിക്ഷേപം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.